DGP MR അജിത് കുമാറിനെതിരെ നടപടി വൈകില്ലെന്ന സൂചന. DGPയും മുഖ്യമന്ത്രിയും ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. MR അജിത് കുമാർ അവധിക്ക് അപേക്ഷ നൽകി. ADGP RSS നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ CPIക്കും കടുത്ത അമർഷമുണ്ട്. പ്രതിപക്ഷവും നിലപാട് കടുപ്പിക്കുകയാണ്. ഇന്നലെയാണ് മുഖ്യമന്ത്രിയും DGPയും തമ്മിൽ കണ്ടത്. ഈ വിഷയത്തിൽ സജീവമായി ചർച്ചയുണ്ടായി എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതായത് ഈ ADGP കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു താൻ RSS നേതാവിനെ കണ്ടു എന്ന കാര്യം. കുറേ നാളായി അന്തരീക്ഷത്തിലുള്ള ഒരു വിഷയമാണ്. ഒപ്പമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ സർക്കാരിനെ വെല്ലുവിളിച്ചത്. അത്തരം ഒരു കൂടിക്കാഴ്ച ഇല്ലെങ്കിൽ അത് പറയണം എന്ന് സതീശൻ തുടർച്ചയായി പറയുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിനിടയിലാണ് ADGP തന്നെ RSS നേതാവിനെ കണ്ടു എന്ന വിവരം പുറത്തുവിടുന്നത്. ഡാന് സർക്കാരിലും CPMലും ഇതുണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല. കാരണം തൃശ്ശൂർ പൂരമടക്കമുള്ള വിഷയങ്ങളിൽ ഇതൊരു നെക്സസ് പ്രവർത്തിച്ചു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ട്. അതിന് ഉപോത്ബലകമായ തെളിവുകൾ പുറത്തു വരുന്നത് ഏത് തരത്തിലാണ് സർക്കാരിനെയും CPMനെയും ബാധിക്കുന്നത്? രഞ്ജിത്ത്, വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെയൊക്കെ തള്ളിവിട്ടിരിക്കുകയാണ്, സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ വിവരങ്ങൾ. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബ്, അതോടൊപ്പം ക്രൈംബ്രാഞ്ചിന്റെ തലവൻ ADGP ആയിട്ടുള്ള H വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത്. സ്വാഭാവികമായി നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിർണായകമായ ചില വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നുവെന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്ന ചോദ്യമുണ്ട്. അവിടെ വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഇന്നലെ നമ്മൾ പുറത്തുവിട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനും അതോടൊപ്പം തന്നെ സന്ദീപ് നായർക്കുമടക്കം തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് കടക്കാൻ റൂട്ട് പറഞ്ഞു കൊടുത്തത് MR അജിത് കുമാറാണ് ശിവശങ്കർ മുഖേന എന്ന ഏറ്റവും ഗുരുതരമായ ആരോപണമടക്കം അതടക്കം വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് സർക്കാരിനെ. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ നടപടിയെടുക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ നടപടിയെടുത്താൽ അത് MR അജിത് കുമാറിനെ പ്രവോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ, പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് തിടുക്കത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയാതെ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെക്കുറിച്ചും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ആരോപണങ്ങൾക്ക് തുടക്കമിട്ട PV അൻവർ MLAയുടെ മൊഴി DIG 10 മണിക്കൂർ തൃശൂരിൽ വെച്ച് 10 മണിക്കൂർ എടുത്ത് രേഖപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. സ്വാഭാവികമായി അദ്ദേഹം കൈമാറിയിരിക്കുന്ന വിവരങ്ങൾ, തെളിവുകൾ ഇതടക്കം വിശദമായി പരിശോധനകൾക്ക് വിധേയമാക്കും. അതിനിടയിലാണ് MR അജിത് കുമാർ അടുത്തയാഴ്ചയിൽ 4 ദിവസം അവധിക്ക് അപേക്ഷ നൽകിയത്. നേരത്തെ തന്നെ നൽകിയ അപേക്ഷയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളുമായി അതിനെ കൂട്ടി വായിക്കേണ്ടതുണ്ടോ, ചേർത്ത് വായിക്കേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഡാൻ ഈ വിവാദം അത് പുറത്തു കൊണ്ടുവരുന്നു. അത് ഒടുവിൽ ADGPയെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയെയും BJP നേതാക്കളെയും മൗനത്തിലാക്കുന്നു. അങ്ങനെ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നമുക്ക് പ്രതിപക്ഷ നേതാവിന് നൽകാം. കാരണം ഈ വിവാദത്തിൽ വെല്ലുവിളിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ നേതാവിന്റെ, പ്രത്യേകിച്ച് VD സതീശന്റെ. കാരണം ഇത് കൂടിക്കാഴ്ചയില്ലെങ്കിൽ നിഷേധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അതിന് മറുപടി നൽകാൻ തയ്യാറാകാത്ത പശ്ചാത്തലമുണ്ട്. എങ്ങനെയാണ് CPMും BJPയും, CPMനൊപ്പം ഇതിൽ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വെട്ടിലായിരിക്കുന്ന ഒരു പാർട്ടി BJP കൂടിയാണല്ലോ. തൃശ്ശൂരിലെ വിജയമടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പലപ്പോഴും പറയുന്നുണ്ട്. K മുരളീധരൻ ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിന് ഒരു പോസിറ്റീവായി സംഭവിക്കുന്നു കാര്യങ്ങൾ. BJPക്കും CPMനും ഇടയിൽ അന്തർധാരയുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അതിന് പലതരത്തിലുള്ള തെളിവുകൾ പുറത്തു വരികയും ചെയ്യുന്നത് എങ്ങനെയാണ് ആ രണ്ട് പാർട്ടികളെയും ബാധിക്കുന്നത്? രഞ്ജിത്ത്, LDF കൺവീനറായിരുന്ന EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രമന്ത്രി അല്ലാതിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് എന്നത് വലിയ തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ, വോട്ടിംഗ് നടക്കുന്നതിനിടയിൽ വലിയ തരത്തിൽ CPMനെ പ്രതിരോധത്തിലാക്കിയിരുന്നു, മുന്നണിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കിയിരുന്നു. കൃത്യമായി ഉത്തരം നൽകാൻ കഴിയാതെ പോകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന്റെ പേരിൽ EP ജയരാജന് LDF കൺവീനർ സ്ഥാനം തന്നെ നഷ്ടമാകുന്ന സാഹചര്യവുമുണ്ടായി.
അതിനിടയിലാണ് ഈ ഒരു വിവാദം കൂടി, അതായത് ADGP MR അജിത് കുമാർ തൃശൂരിൽ വെച്ച് RSSന്റെ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം കൂടി പുറത്തുവരുന്ന ഒരു പശ്ചാത്തലം. അവിടെ പ്രതിപക്ഷ നേതാവ് മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, ആരോപണം, വിമർശനമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൈവശം അതിന്റെ മറ്റ് തെളിവുകളുണ്ട്, അത് ഞാൻ സമയത്ത് പുറത്തുവിടുമെന്നാണ്. അതായത് ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം തങ്ങളുടെ പക്കലുണ്ട്. ആവശ്യ സമയത്ത് അത് പുറത്തുവിടും, നിഷേധിക്കാമെങ്കിൽ നിഷേധിക്ക് എന്ന വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തിയത്. പിന്നീട് അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നേർക്കുനേർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഇന്നലെ ആറന്മുളയിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് അതിൽ എന്ത് അസ്വാഭാവികതയാണുള്ളത്. RSSന്റെ ഒരു നേതാവുമായി സംസ്ഥാന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിക്കാഴ്ച നടത്തിയാൽ അതിൽ എന്ത് അസ്വാഭാവികതയുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ്. അതിനപ്പുറത്തേക്ക് ആ കൂടിക്കാഴ്ചയെ മറ്റു തരത്തിലേക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് BJP നേതൃത്വവും RSS നേതൃത്വവും ഇപ്പോഴുള്ളത്. RSSന്റെ ദേശീയ നേതാക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഈ സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഈ സംഘടനയുടെ ഭാഗമായിട്ടുണ്ട് എന്ന അവകാശവാദം അവർ മുമ്പോട്ട് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു RSS നേതാവുമായി സംസ്ഥാന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ സംസാരിച്ചാൽ, അല്പസമയം സംസാരിച്ചാൽ അതിൽ എന്ത് അസ്വാഭാവികത ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ്, വിശദീകരണമാണ് BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനെ വീഴ്ച സംഭവിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പോരായ്മ സംഭവിച്ചു, തൃശൂരിലെ വിജയത്തിന്റെ കാരണം അതാണ്, അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളോ അല്ലെങ്കിൽ അതിലേക്ക് വഴിവെക്കുന്ന ഒരു പ്രതികരണങ്ങളോ BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ജാഗ്രതയോടെ മാത്രമാണ് പ്രതികരണങ്ങൾ. ഈ അജിത് കുമാറിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെയാണ് മുഖ്യമന്ത്രി DGPയുമായി കാണുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കൂടിക്കാഴ്ചയായിരുന്നു. നടപടി ഉണ്ടാകാതിരിക്കുക എന്നത് സർക്കാരിന് ആത്മഹത്യാപരമാണ്. ഇത്ര വലിയ തലത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ DGPയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇത്തരം കാര്യങ്ങൾ സജീവമായി ചർച്ചയായിട്ടുണ്ടോ? ഉടൻ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ ഉണ്ടാകുമോ? ഡാൻ, രഞ്ജിത്ത്, നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് PV അൻവർ MLA ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ADGP MR അജിത് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. അവിടെ ചെറിയ മീനായിരുന്നു SP സുജിത് ദാസ്. പക്ഷേ MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ബലം പകരുന്ന തരത്തിൽ SP സുജിത് ദാസും PV അൻവറും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം അദ്ദേഹം പുറത്തുവിട്ടെന്നേ ഉള്ളൂ. പിന്നീട് അത് വിവാദമാകുന്നു, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് ഇതിനോടകം ഈ കേസുമായി ബന്ധപ്പെട്ട് നടപടി എന്ന് പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആരോപണ വിധേയനായ അൻവർ ലക്ഷ്യമിട്ട പ്രധാനപ്പെട്ട ലക്ഷ്യമായ ADGP MR അജിത് കുമാർ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന് എങ്ങനെ ആ ചുമതലയിൽ ഇത്രയും ആരോപണങ്ങൾക്ക് ശേഷവും തുടരാൻ കഴിയുന്നു എന്ന ചോദ്യമുനയ്ക്ക് മുമ്പിലാണ് സർക്കാരിനെ വെട്ടിലാക്കുന്ന, ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന, സമ്മർദ്ദത്തിലാക്കുന്ന എന്തോ ചിലത് MR അജിത് കുമാറിന്റെ പക്കലുണ്ട് എന്ന സംശയം, അഭ്യൂഹം ബലപ്പെടുത്തുന്നത്. അതിനിടയിലാണ് ഇന്നലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സരിത് PS UI കോൺസുലേറ്റിന്റെ മുൻ PRO നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അത് കൂടുതൽ വിവാദമായി മാറുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. അതായത് സ്വപ്ന സുരേഷിനും സംഘത്തിനും ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കി നൽകിയതിൽ MR അജിത് കുമാറിന് നിർണായകമായ പങ്കുണ്ട് എന്ന തരത്തിൽ സ്വപ്ന അത് ശരിവെച്ചുകൊണ്ടും പ്രസ്താവന നടത്തുന്നു. സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ ഈ സംഭവ വികാസങ്ങളെല്ലാം ചേർത്ത് വായിക്കേണ്ടി വരും. അതുകൊണ്ട് സർക്കാരിന് തിടുക്കത്തിൽ MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയെടുക്കാൻ കഴിയാതെ പോകുന്നതിന് പിന്നിൽ ഈ കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന് വായിച്ചെടുക്കേണ്ടി വരും ഇപ്പോഴുണ്ടാകുന്ന വെളിപ്പെടുത്തലുകളിൽ നിന്ന്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട്, സോളാർ കേസുമായി ബന്ധപ്പെട്ട്, ഏറ്റവും ഒടുവിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഒരു ADGP ചെന്ന് കയറിയ ഒരു കുടുക്ക് അത് ചെറുതല്ല. സർക്കാരിനും CPM-ഉം ഒരുപോലെ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട പശ്ചാത്തലമാണ്. മുഖ്യമന്ത്രി പക്ഷേ മൗനം തുടരുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് ആഴ്ചകളായി.